എജുവേഴ്സ് PSCയിലേക്ക് സ്വാഗതം. 2025 ജൂൺ 18 കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തിടെ സംസ്ഥാന ഉരഗമായി പ്രഖ്യാപിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ട ജീവി ചേര. കർഷക മിത്രം എന്നാണ് ചേര അറിയപ്പെടുന്നത്. മണ്ണിരയെ പോലെ തന്നെ ചേരയും കർഷക മിത്രം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത്, രാസവസ്തുക്കൾ കലരാത്ത പഴക്കമില്ലാത്ത മീനുകൾ ഇടനിലക്കാരില്ലാതെ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന മത്സ്യഫെഡിൻ്റെ പദ്ധതി അന്തിപ്പച്ച. അടുത്തത്, സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകാൻ തീരുമാനിച്ചത് ആറളം വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വടക്കുള്ള വന്യജീവി സങ്കേതമാണ്. 1984 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി ചെയർമാനായുള്ള സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ അടുത്ത യോഗത്തിൽ പ്രഖ്യാപനമുണ്ടാകും. ഓർക്കേണ്ടത്, ഏറ്റവും വടക്കുള്ള വന്യജീവി സങ്കേതമാണ്. 1984 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത്. ആദ്യ ചിത്രശലഭ സങ്കേതമാകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. അടുത്ത് ചേരുന്ന സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ യോഗത്തിൽ മാത്രമേ തീരുമാനിക്കപ്പെടുകയുള്ളൂ. അടുത്തത്, 2025 ജൂണിൽ നടന്ന GST കോൺക്ലേവ് വേദി കൊച്ചി. സെൻട്രൽ ടാക്സ്, സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആണ് നേതൃത്വം കൊടുത്തത്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ R വെങ്കട്ടരമണി ഉദ്ഘാടനം ചെയ്തു. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? R വെങ്കട്ടരമണി. അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. വേദി കൊച്ചി. അടുത്തത്, ആയുഷ് മന്ത്രാലയം ആതിഥേയത്വം വഹിച്ച ഗ്ലോബൽ യോഗ കണക്ട് 2025 ഉച്ചകോടി ഡൽഹിയിൽ നടന്നു. ആയുഷ് മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ യോഗ ആൻഡ് നാച്ചുറോപ്പതി അഥവാ CCRYN ആണ് നേതൃത്വം കൊടുത്തത്. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനായിരുന്നു വേദി. 11ാമത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ ദിനമായ ജൂൺ 21 സമ്മേളനം നടന്നത്. 2025 അന്താരാഷ്ട്ര യോഗാ ദിന വേദി വിശാഖപട്ടണമാണ്. ഓർത്തുവെക്കണം, 2025 അന്താരാഷ്ട്ര യോഗാ ദിന വേദി വിശാഖപട്ടണം. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി കോപ്പറേറ്റീവ് ബാങ്കുകളിൽ CSOC സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് മഹാരാഷ്ട്രയിലാണ്. എന്താണ് ഈ CSOC എന്ന് വെച്ചാൽ? സൈബർ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെൻറ്റർ. സൈബർ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെൻറ്റർ ഏർപ്പെടുത്തിയ സംവിധാനത്തിൻ്റെ പേര് സഹകാർ സുരക്ഷ. സഹകാർ സുരക്ഷ എന്ന സൈബർ സെക്യൂരിറ്റി ഓപ്പറേഷനാണ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് മഹാരാഷ്ട്ര ഏർപ്പെടുത്തിയത്. അടുത്തത്, ബ്രിക്സിലെ 10ാമത് പങ്കാളി രാജ്യമായി വിയറ്റ്നാം. 17ാമത് ബ്രിക്സ് ഉച്ചകോടി ബ്രസീലിൻ്റെ തലസ്ഥാനമായ റിയോ ഡെ ജനീറോയിൽ 2025 ജൂലൈയിൽ നടക്കും. ഓർത്തുവെക്കണം, 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റിയോ ഡെ ജനീറോ ജൂലൈയിലാണ് നടക്കുക. ഇന്ത്യക്കു പുറമെ ബ്രസീൽ, റഷ്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നിവരാണ് സ്ഥിരാംഗങ്ങൾ. ഇത്രയും ഓർത്തുവെക്കണം. അടുത്തത്, പ്രകൃതി ദുരന്തങ്ങൾ മോണിറ്റർ ചെയ്യാൻ ചൈന വിക്ഷേപിച്ച സാറ്റലൈറ്റ് ഷാങ്യാങ് 102. ഷാങ്യാങ് 102. അടുത്തത്, മുൻ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർദൻ്റെ പുതിയ പുസ്തകം എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പവർ. പ്രധാനമന്ത്രിയായ ജസീന്ത ആർദൻ്റെ പുതിയ പുസ്തകത്തിൻ്റെ പേരാണ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പവർ. അടുത്തത്, മരുഭൂമീകരണവും വളർച്ചയും തടയുന്ന ലോക ദിനമാണ് ജൂൺ 17. പ്രമേയം, ഇത്തവണത്തെ പ്രമേയം ഭൂമിയെ പുനരുദ്ധരിച്ച് അവസരങ്ങൾ തുറക്കുക എന്നതാണ്. മറ്റൊരു ലോക ദിനം കൂടിയാണ് ജൂൺ 17. അതായത് ലോക മുതല ദിനം കൂടിയാണ് ജൂൺ 17. അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് കണക്റ്റിംഗ് ക്രോക്കഡൈൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. മാറിപ്പോകരുത്, കണക്റ്റിംഗ് ക്രോക്കഡൈൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ആണ് മുതല ദിനത്തിൻ്റെ പ്രമേയം. മരുഭൂമീകരണവും വരൾച്ചയും തടയുന്ന ദിവസത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഭൂമിയെ പുനരുദ്ധരിച്ച് അവസരങ്ങൾ തുറക്കുക. അടുത്തത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൈപ്രസിൻ്റെ പരമോന്നത ബഹുമതി.
ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ് മോദിക്ക് സമ്മാനിച്ചു. സൈപ്രസിൻ്റെ പരമോന്നത ബഹുമതിയാണ് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കാരിയോസ്. ഇനി നമുക്ക് അഡീഷണൽ പോയിന്റ്സ് നോക്കാം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക്. ഇതൊരു PYQ ആണ്. ഇപ്പോൾ ഇത് വാർത്തകളിൽ ഇടം പിടിക്കാൻ എന്താണ് കാരണം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിലുണ്ടായിരുന്നു കെടാവിളക്ക് സ്കോളർഷിപ്പ് വിവേചനത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഓർത്തു വെക്കണം. കെടാവിളക്ക് എന്താണ്? സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി. അടുത്തത്, രാജ്യത്തെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണ് വയോവന്ദന പദ്ധതി. വരുമാന പരിധി ഇല്ലാതെ ചികിത്സാ സഹായം ലഭ്യമാക്കുന്ന പദ്ധതി 2024 ഒക്ടോബറിലാണ് തുടങ്ങിയത്. ഇതും ഇപ്പോൾ വാർത്താ പ്രാധാന്യം നേടാൻ കാരണം എന്താ വെച്ചാൽ, പ്രീമിയം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൽ നടപ്പാക്കേണ്ടതില്ലെന്ന് സർക്കാർ ധാരണയായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ തീരുമാനിച്ച പ്രീമിയത്തിൽ നിന്നും വർദ്ധിപ്പിക്കണമെന്ന് കേരള സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് വർദ്ധിപ്പിക്കാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കേണ്ടതില്ലെന്നാണ് ഇപ്പോൾ കേരള സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതും ഇപ്പോൾ ഈ അടുത്ത് വാർത്തയിൽ വന്നതാണ്. അതുകൊണ്ട് ഓർത്തു വെക്കണം അതും. അടുത്തത്, ഇന്ത്യക്ക് 180 ആണവ പോർമുനകളുണ്ടെന്ന് സിപ്രി ഇയർബുക്കിൻ്റെ കണക്ക്. പാകിസ്ഥാന് 170ഉം ചൈനക്ക് 600ഉമാണ് സിപ്രിയുടെ കണക്കനുസരിച്ച് ഉള്ള ആണവ പോർമുനകൾ. അടുത്തത്, മുൻ ഇംഗ്ലണ്ട് താരം ഡേവിഡ് ബെക്കാമിന് ബ്രിട്ടൻ രാജാവായ ചാൾസ് മൂന്നാമൻ്റെ നൈറ്റ്ഹുഡ് പദവി നൽകി ആദരിച്ചു. അടുത്തത്, യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI, നമ്മുടെ ആധാറൊക്കെ കൊടുക്കുന്നതില്ലേ, ആധാറൊക്കെ ചെയ്യുന്ന അതിൻ്റെ CEO പേര് ഭുവനേഷ് കുമാർ. ഓർത്തു വെക്കണം, ഭുവനേഷ് കുമാർ, യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. അടുത്തത്, വാണിജ്യാടിസ്ഥാനത്തിൽ ലണ്ടനിൽ നിർമ്മാണം തുടങ്ങിയ ഇന്ത്യൻ നാടൻ വാറ്റായ മണവാട്ടിക്ക് ആഗോളതലത്തിൽ അംഗീകാരം. ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. ഇന്നത്തെ ചോദ്യം, ദ കാശ്മീർ ഷോൾ ആരുടെ പുസ്തകമാണ്? 1 ടെസി തോമസ്, 2 റോസി തോമസ്, 3 സാറ ജോസഫ്, 4 ലീലാവതി. ഉത്തരം കമൻറ്റ് ചെയ്യുക. ഇനി ഇന്നലെ ചോദിച്ചത്, ഓസ്ട്രേലിയ കീഴടക്കി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ദക്ഷിണാഫ്രിക്കയാണ് ശരിയായ ഉത്തരം. താങ്ക് യു.